മാറുന്ന കാലഘട്ടത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. എങ്കിലും സ്ത്രീ ശാക്തീകരണത്തിന്റെ മറപറ്റി അധാർമികവും അപക്വവുമായ കാഴ്ചപ്പാടുകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാകുകയാണ്. മിക്ക രാജ്യങ്ങളും സ്ത്രീ സ്വാതന്ത്ര്യം എന്ന പേരിൽ പല നിയമങ്ങളും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. അതേസമയം ചില സ്ത്രീപക്ഷവാദികൾ ചില മുദ്രാവാക്യങ്ങളുമായി രംഗത്തിറങ്ങുകയാണ്. മൈ ബോഡി മൈ ചോയ്സ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഇന്ന് വ്യാപകമാകുകയാണ്. ഇതെല്ലാം സ്ത്രീ ശാക്തീകരണമാണോ? സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും ചെയ്യാനുള്ളതാണോ ഒരു സ്ത്രീയുടെ ശരീരം? ഇതേക്കുറിച്ചാണ് ഇന്ന് നിലപാട് ചർച്ച ചെയ്യുന്നത്. ഞാൻ അനു, എന്നോടൊപ്പം ഉള്ളത് റോസ്, ആഷ്ലി. ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫെമിനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു അന്തരമുണ്ട്. പക്ഷേ എങ്കിലും ഇത് രണ്ടും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഫെമിനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെ ഉരുത്തിരിഞ്ഞു എന്ന് ഇന്ന് പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ആക്ച്വലി അതൊരു സഫ്രജറ്റ് മൂവ്മെന്റ് ആണത്. അത് സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു മൂവ്മെന്റ് ആണത്. അതിൽ നിന്നാണ് ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാവുന്നത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഫെമിനിസമായിട്ട് സ്ത്രീ സ്വാതന്ത്ര്യം ഈക്വൽ ടു ഫെമിനിസം എന്ന് പറയുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ച് റോസിന് എന്താണ് പറയുന്നത്? അതായത് ഈ സ്ത്രീ സ്വാതന്ത്ര്യം ആണോ ശരിക്കും ഫെമിനിസം? ശരിക്കും ഈ സ്ത്രീകൾ എന്ന നിലയിൽ നമ്മളും സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീകളുടെ അവകാശങ്ങളെയൊക്കെ നമ്മളും ഉയർത്തിപ്പിടിക്കുന്നവരാണ്, അതിനുവേണ്ടി സ്വരം ഉയർത്തുന്നവരാണ്. പക്ഷേ ഇന്നത്തെ ഒരു സിനാരിയോയിൽ സംഭവിക്കുന്നത് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേറെ എന്തൊക്കെയോ മീനിങ്ങുകൾ നൽകിയിട്ട് അധാർമികതയും മൂല്യച്യുതിയാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇന്ന് പ്രചരിക്കുന്നത്. ഈ സ്വാതന്ത്ര്യം എന്ന വാക്കിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കൊടുത്ത ഒരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് സ്വാതന്ത്ര്യം എന്നത് ഇഷ്ടമുള്ളത് ചെയ്യലല്ല, ചെയ്യേണ്ടത് ചെയ്യാനുള്ള അവകാശമാണ് സ്വാതന്ത്ര്യം. അപ്പൊ ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഡെഫിനിഷനാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും കൽപ്പിക്കപ്പെടേണ്ടത്. സ്ത്രീ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥകൾ, സ്ത്രീകളെ തരം താഴ്ത്തുന്ന അവസ്ഥകൾ, ഇതിനെയൊക്കെ നമ്മളും ശക്തമായിട്ട് അപലപിക്കുന്നു. പക്ഷെ ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന മറവില് എന്തും ചെയ്തു കൂട്ടാനുള്ള ഒരു ലൈസൻസ് അല്ല സ്ത്രീ സ്വാതന്ത്ര്യം. അത് നമ്മുടെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിച്ചാൽ മതി, വല്ലാതെ സ്പിരിച്വൽ ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. ഒരു ധാർമ്മിക കാഴ്ചപ്പാടിൽ തന്നെ അത് വളരെ വ്യക്തമാണ്. ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ ചെയ്തു കൂട്ടുന്ന ഓരോരോ കാര്യങ്ങൾ, അബോർഷൻ തുടങ്ങി മാന്യമല്ലാത്ത വസ്ത്രധാരണം തുടങ്ങി ഇങ്ങനെ പോകുന്നു പല കാര്യങ്ങളും. സ്ത്രീത്വത്തിന് അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, ഒരു അന്തസ്സുണ്ട്, മാതൃത്വത്തിന് ഒരു പവിത്രതയുണ്ട്. ഇതിനെല്ലാം കളങ്കപ്പെടുത്തുന്ന രീതിയിലാണ് ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മറവില് കാട്ടിക്കൂട്ടുന്ന കാട്ടായങ്ങൾ. സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആക്ച്വലി സ്ത്രീയുടെ അവകാശം തന്നെയാണ്. ആ അവകാശം നിഷേധിക്കുന്നിടത്താണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ ശാക്തീകരണവും ഒക്കെ വേണ്ടത്. ആക്ച്വലി സ്ത്രീക്കെതിരെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ ശബ്ദമുയർത്തേണ്ടത് ഒരു സ്ത്രീ തന്നെയാണ്, അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിങ്ങനെ ഒരു കൺസെപ്റ്റിൽ വളരെ കറക്റ്റാണ്. പക്ഷെ നല്ല ഫെമിനിസ്റ്റ് ആവാൻ നല്ല പുരുഷന്മാർക്കും പറ്റും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മാത്രമല്ല, സ്ത്രീക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും പറ്റും. അതൊരു കാര്യമാണ്. പക്ഷെ നമ്മളിവിടെ സംസാരിക്കുമ്പം ഈ ഒരു ടേമിന് ശരിക്കും റോസ് പറഞ്ഞതുപോലെ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എൻ്റെ അവകാശങ്ങളുടെ മറവിൽ എന്തും നമുക്ക് ചെയ്യാമോ എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അതൊരു പ്രശ്നം വരാൻ പോകുന്നത് എൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം മറ്റൊരാളുടെ ഇഷ്ടത്തെ ഹനിക്കുമ്പം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം, ഞാൻ ചെയ്യുന്ന ഒരു നടപടി അത് സമൂഹത്തിനെ മോശമായിട്ട് ബാധിക്കുമോ, അത് ഫാമിലിയുടെ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു സ്ട്രക്ചറിനെ മോശമായിട്ട് ബാധിക്കുമോ എന്നുള്ളതും ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാ പെൺകുട്ടികളും ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് അവകാശങ്ങളുണ്ട്, നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം, നമ്മുടേതായിട്ടുള്ള ഡ്രീംസ് നമുക്ക് പെർസ്യൂം ചെയ്യാം, പാഷൻ്റെ പുറകെ ഒക്കെ പോകാം. പക്ഷെ അത് സമൂഹത്തെ മോശമായിട്ടാണോ ബാധിക്കുന്നത്, എൻ്റെ കുടുംബത്തിന് അത് നല്ലതാണോ, എൻ്റെ ചുറ്റുമുള്ളവർക്ക് അത് നല്ലതാണോ എന്നുള്ളതും കൂടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു കൺസെപ്റ്റിനോട് ചേർന്ന്. ബൈബിള് വ്യക്തമായിട്ട് ഈ കാര്യത്തിൽ ഒരു വചനം പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഏതെങ്കിലും വിധത്തിൽ മറ്റുള്ളവർക്ക് ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിക്കണം. ആ ഒരു കൺസെപ്റ്റ് തന്നെ നമ്മളൊരു ഫോളോ ചെയ്താൽ മതി. ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ നടക്കുന്ന എല്ലാ അരാജകത്വങ്ങളും ഇല്ലാതാക്കാൻ ഈ ഒരു വാക്യം മാത്രം മതി. ശരിക്കും തീർച്ചയായിട്ടും അതെ. ഇപ്പം നമ്മളിപ്പം എടുക്കുവാണെങ്കിൽ മോഡസ്റ്റിയുടെ കാര്യം, വസ്ത്രധാരണത്തിന്റെ കാര്യം, തീർച്ചയായിട്ടും ഈ പ്രായത്തിലുള്ള 3 പെൺകുട്ടികൾ ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പം ശരിയാണ്. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് ശരിക്കും വസ്ത്രധാരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇതൊരിക്കലും ഫാഷൻ സെൻസിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമാണോ? എനിക്കിഷ്ടമുള്ളൊരു വസ്ത്രം, എനിക്കിഷ്ടമുള്ളൊരു ഫാബ്രിക് ഒക്കെ എനിക്ക് ഉപയോഗിക്കാൻ പാടില്ലേ? അങ്ങനെയൊക്കെ ചോദ്യം വരാം. ഇത് ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. എനിക്ക് ചേരുന്ന ഒരു വസ്ത്രം നല്ല ഭംഗിയായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട്.
പക്ഷെ അത് കാണുന്നവർക്ക് ഉതപ്പിന് കാരണമാവാതെ, ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ഇടർച്ചയ്ക്ക് കാരണമാവാത്ത രീതിയിലുള്ള എല്ലാ നല്ല വസ്ത്രധാരണവും നമുക്ക് അംഗീകരിക്കപ്പെടാവുന്നതാണ്. എല്ലാ കാര്യവും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ? ഈ മൈ ബോഡി മൈ ചോയ്സ് ആ ഒരു കൺസെപ്റ്റ് അതിന് അങ്ങനെ തന്നെ ബൈബിളിൽ വേറൊരു വാക്യം കൊണ്ട് കണ്ടിക്കാൻ പറ്റും. ഇങ്ങനെ ഒരു വചനം ബൈബിളിലുണ്ട്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങൾ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. അതായത് നമ്മൾ നമ്മളുടെ സ്വന്തമല്ല, നമ്മുടെ ശരീരം നമുക്ക് സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ആലയമാണ്. അപ്പൊ അതിൻ്റെതായ പരിശുദ്ധിയിലും പവിത്രതയിലും ആ ശരീരത്തെ കാത്തു സൂക്ഷിക്കുക. അതുപോലെ ആ ശരീരം കൊണ്ട് സമൂഹത്തിൽ ഒരു ഇടർച്ചയ്ക്ക് കാരണമാകാതിരിക്കുക. ഇതൊക്കെ ബേസിക് ആയിട്ട് ഒരു സ്ത്രീ പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ് ആണ്. ഇപ്പൊ റോസ് പറഞ്ഞതിന്റെ ബേസിൽ, അതായത് മൈ ബോഡി മൈ ചോയ്സ്, ആ ഒരു സ്ലോഗൺ ആണല്ലോ ഇപ്പം വളരെ മുന്നിലൊഴുക്കി വരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പല പാക്കേജുകളും നമ്മളിപ്പോൾ ചർച്ചിൽ ചെയ്യാറുണ്ട് അബോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത്. അപ്പോൾ ഒക്കെ നമ്മൾ കാണുന്നതാണ് മൈ ബോഡി മൈ ചോയ്സ്, അതുപോലെ ജെയിൻസ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പള്ളികളുടെ ഭിത്തികളിൽ വരെ എഴുതി വെക്കുന്ന ഒരു പ്രവണത. അതായത് വിശുദ്ധമായി നമ്മൾ കണക്കാക്കുന്ന സ്ഥലങ്ങൾ പോലും അവരുടെ ആ ഒരു സ്ത്രീ സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് റൈറ്റ് ആണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ കൂടുതൽ ആ ഒരു കൺസെപ്റ്റിന് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ദൈവാലയങ്ങൾ വരെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പറഞ്ഞപ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഈ അബോർഷന് വേണ്ടി വാദിക്കുന്ന ഒരു സ്ത്രീകൾ, അല്ലെങ്കിൽ അതിന്റെ അബോർഷൻ പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവര് ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്തൊക്കെ അർദ്ധനഗ്നരായിട്ട് പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ദേവാലയത്തിനുള്ളിലേക്ക് വന്ന് പ്രകടനങ്ങൾ നടത്തുന്നത്. ഈ അർദ്ധനഗ്നരായിട്ട് ദേവാലയത്തിലേക്ക് വന്ന് ഇതുപോലെയൊക്കെ പ്രകടിപ്പിക്കുന്നതിൽ അതിലെന്ത് റീപ്രൊഡക്റ്റീവ് റൈറ്റാ ഉള്ളത്? അതിനൊരു എക്സ്പ്ലനേഷൻ എന്താ ഉള്ളത്? ന്യായമായിട്ട് എന്തെങ്കിലും ഒരു യുക്തി അതിലുണ്ടോ? ഒരിക്കലും അതൊരു യുക്തിപരമായിട്ടുള്ളൊരു സമീപനമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അത് ശരിക്കും ഒരു സ്ത്രീ സ്വാതന്ത്ര്യമായിട്ടോ ഒന്നും, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു ബ്യൂട്ടി ആയിട്ടോ ഒന്നും കണക്കാക്കാം. അത് ശരിക്കും സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന ഒരു രീതികളാണ് അതൊക്കെ. മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുമ്പോഴേ ആക്ച്വലി ഇതൊക്കെ അബോർഷനൊക്കെ നമ്മൾ എടുത്തെടുത്ത് വരുന്ന എൻ്റെ ശരീരത്തിന് ഉള്ള അവകാശങ്ങളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്, അത് എൻ്റെ തീരുമാനങ്ങളാണെന്നൊക്കെ. ഇപ്പൊ കത്തോലിക്ക സഭ ശക്തമായിട്ട് അബോർഷനൊക്കെ എതിർക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം വേറൊരു ജീവനെ നമ്മൾ കൊല്ലുന്നു, അതാണ് അതിന്റെ മെയിൻ. പിന്നെ ഇതിന്റെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ മൈ ബോഡി മൈ ചോയ്സ്. പക്ഷെ ഞാൻ ഈ അബോർഷൻ ചെയ്യുമ്പം ഒരു സ്ത്രീയുടെ ശരീരത്തിന് കുറേ അതിന്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സത്യം പറഞ്ഞ ആരും ശ്രദ്ധിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഒരു ഈസിയസ്റ്റ് വേ ആയിട്ട് നമ്മളത് എടുത്തു എന്നുള്ളത്. പക്ഷെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അബോർഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ 2 അബോർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മെഡിക്കലി അതിന്റെ ഒരു പാർശ്വഫലങ്ങൾ ഒത്തിരി ഉണ്ട്. ഇതുപോലെ തന്നെ സൈക്കോളജിക്കലി മെന്റലി ആ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ട്രോമ ജീവിതകാലം മുഴുവൻ ആ സ്ത്രീ ട്രോമറ്റൈസ്ഡ് ആയിരിക്കും. ഈ ഒരു വേദന ആ വ്യക്തിയെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും മരണം വരെ. വേറൊരു വ്യക്തിയെ കൊന്നതിന്റെ ഒരു കുറ്റബോധം എപ്പോഴും ഉണ്ടാവും. അതിന്റെ ഫലമായിട്ട് പല സൈക്കാട്രിക് ഇഷ്യൂസും സ്ത്രീകളിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്ന കാര്യമാണ്. അതൊന്നും ഒരു സ്ത്രീ സ്വാതന്ത്ര്യമല്ല. അപ്പം ഞാൻ എൻ്റെ ബോഡിക്ക് വേണ്ടിയിരിക്കുന്ന ചോയ്സ് നല്ലതാണോ എന്ന് ഞാനൊന്ന് ചിന്തിക്കണം. ഇപ്പൊ എൻ്റെ ചോയ്സിന് ഞാൻ എടുത്തു എൻ്റെ ബോഡി, പക്ഷെ അത് ഭാവിയിൽ എനിക്ക് നല്ലതാണോ? ആ ഒരു ചിന്തയും കൂടി എനിക്ക് തോന്നുന്നത് എല്ലാ സ്ത്രീകൾക്കും വേണ്ടതാണെന്ന് തോന്നുന്നു. അതിപ്പം അബോർഷൻ്റെ കാര്യം ലിവിങ് ടുഗദറും ഇതുപോലെ തന്നെ എൻ്റെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങിയാലും നമ്മൾ ഒരാൾ കാരണം വേണമെങ്കിൽ സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. 2 പേരും ഒരുമിച്ച് താമസിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മടുത്തു, ചിലപ്പോൾ പിള്ളേരുണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം, പിന്നെ അവർ വേറെ 2 പേരുടെ കൂടെ പോകുന്നു. അപ്പോൾ ഈ മക്കളുടെ കാര്യം അവർ ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും ഒക്കെ ജീവിത പങ്കാളിയാവാം. ഒരാൾ വിചാരിച്ചാൽ നമ്മുടെ ഒരു സമൂഹത്തെ മുഴുവൻ നമുക്ക് താറുമാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഫാമിലി കൺസെപ്റ്റ് ഒരു മൂല്യങ്ങളെയൊക്കെ തികച്ചും താറുമാറാക്കുന്ന ഒരു പ്രവണതയിലേക്കായി മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള ഈ ആപ്തവാക്യം സ്ത്രീകളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സൊസൈറ്റിനെ ഫുള്ളായിട്ട് അതിന്റെ ബേസ് ഇളക്കുന്ന ഒരു പ്രവണത. കാരണം ഈ പറയുന്ന പോലെ ഈ ലിവിങ് ടുഗദർ പ്രീ മാരിറ്റൽ റിലേഷൻസിനെ കുറിച്ച് അതേക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകൾ തന്നെ അത് നന്നായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. സമൂഹം മൊത്തത്തിൽ അത് ചിന്തിക്കണം. പക്ഷേ ഈ പറയുന്ന മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറയുമ്പോൾ എന്തും ആവാം എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ സമൂഹത്തിൽ. ആ ഒരു കൺസെപ്റ്റാണ് പടർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു മൈ ബോഡി മൈ ചോയ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ അധാർമിക വശങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിലും അതുപോലെ കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടാക്കുന്ന അടിത്തറ ഇളക്കുന്ന പ്രവണതകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഈ ഒരു സ്ത്രീ സ്വാതന്ത്ര്യത്തെ പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും? ആ ഒരു കൺസെപ്റ്റിനെ ശരിക്കും ഒരു സ്ത്രീ സ്വാതന്ത്ര്യമാക്കി അല്ലെങ്കിൽ ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു പടിയാക്കി എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും? ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം തന്നെ വരുന്നത് നമ്മുടെ അമ്മ പരിശുദ്ധ മറിയ. കാരണം ആ കന്യകയായിരിക്കെ കുഞ്ഞിന് ജന്മം നൽകാനുള്ള ദൈവദൂതൻ അറിയിച്ച ആ ദൈവഹിതത്തോട്
യെസ് പറഞ്ഞ നമ്മുടെ അമ്മയ്ക്ക് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആ നോ പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊരു ലൈഫ്, ആ ലൈഫിനോട് എസ് ടു ലൈഫ് പറഞ്ഞ നമ്മുടെ ആ അമ്മ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എക്സാമ്പിളായിട്ട് നിൽക്കുന്നത്. അപ്പം അമ്മ ഇവിടെ നോ പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു വലിയ നഷ്ടമൊന്നും ഓർത്ത് നോക്കണം. ആ രക്ഷാകര ചരിത്രം തന്നെ അവിടെ തടസ്സപ്പെടുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് പോരുവാണെങ്കിൽ നമ്മുടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ അമ്മ, ആ ജോൺ പോൾ രണ്ടാമൻ പാപ്പേനെ പ്രഗ്നൻ്റ് ആയിരുന്ന ആ സമയത്ത് ആളുടെ ജീവന് തന്നെ ഭീഷണി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു, അബോർഷന് വേണ്ടി നിർദ്ദേശിച്ചു. പക്ഷേ ആ അമ്മ ധൈര്യത്തോടെ യെസ് ടു ലൈഫ് പറയുമായിരുന്നു. ആ ഒരു അബോർഷനോട് നോ പറയാൻ അമ്മ കാണിച്ച ഒരു സന്നദ്ധതയാണ് ഇന്ന് നമുക്ക് സഭയ്ക്ക് ജോൺ പോൾ രണ്ടാമൻ പാപ്പ എന്ന ആ മഹാമനുഷ്യനെ സമ്മാനിച്ചത്. അതുപോലെ തന്നെ ഒരു സെക്യുലർ വേൾഡ് എടുക്കുകയാണെങ്കിൽ കുറേ ഫാൻസൊക്കെ, കുറേ ആരാധകരൊക്കെ ഉള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഫുട്ബോൾ പ്ലെയർ, അദ്ദേഹം വിവരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മയും അബോർഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, എന്നാൽ അത് ചെയ്യാതിരിക്കുകയുണ്ടായത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ അബോർഷനോട് നോ പറഞ്ഞ സാഹചര്യങ്ങളിൽ ഈ സ്ത്രീകൾ സ്വാതന്ത്ര്യത്തോടെ തങ്ങളുടെ സ്വാതന്ത്ര്യം യെസ് ടു ലൈഫ് എന്നൊരു കാഴ്ചപ്പാടിനോട് യോജിച്ചപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം അത് നന്മയ്ക്കായിട്ട് ഭവിക്കുകയായിരുന്നു. ആഗോള ലോകത്തിന് മുഴുവൻ അതൊരു നന്മയായി മാറിയ സാഹചര്യങ്ങൾ. റോസ് പറഞ്ഞപ്പോഴേ ഒരു കോട്ട് വായിച്ചതാ, അവർ സാൽവേഷൻ സ്റ്റാർട്ട്സ് ഫ്രം ആൻ അൺപ്ലാൻഡ് പ്രഗ്നൻസി എന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ക്രിസ്തീയത, രക്ഷാകര ചരിത്രം മുഴുവൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഒട്ടും പ്ലാൻ ചെയ്യാത്ത ഒരു പ്രഗ്നൻസിയിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ സ്ത്രീയുടെ ആന്തരിക സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബൈബിളിൻ്റെ പലയിടങ്ങളിലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ആരും തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ലെന്ന് തോന്നുന്നു, അല്ലേ? ശരിയല്ലേ? ശരിക്കും സ്ത്രീകൾക്ക് ഒരു ആന്തരിക സൗന്ദര്യമാണ് അവരെ സൊസൈറ്റിയിൽ അവർക്ക് ഒരു മഹത്വം നൽകുന്നത്. ഒരു സ്ത്രീത്വത്തിൻ്റെയും മാതൃത്വത്തിൻ്റെ ഒക്കെ മഹത്വം വരുന്നത് അവരുടെ ഒരു ആന്തരിക സൗന്ദര്യത്തിലാണ്. അത് ഇന്നത്തെ ഒരു സമൂഹത്തിൽ അത് തമസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്, അത് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. അത് തീർച്ചയായിട്ടും അതെ. കാരണം നമുക്കിന്ന് കാണാം, പണ്ടത്തെ ഒരു രീതിയല്ല. നമ്മുടെ എല്ലാവരും എടുത്തു നോക്കിയാൽ വളരെയധികം മേക്കപ്പുകൾക്ക്, കോസ്മെറ്റിക്സിന്, ഏറ്റവും നല്ല മോഡേൺ ഡ്രസ്സുകൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ ലുക്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചിന്തിക്കുന്ന, അങ്ങനെ ചിന്തയിൽ വന്ന് ഡിപ്രഷനിലൊക്കെ ആയിപ്പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ റോസ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ആന്തരിക സൗന്ദര്യം, അതായത് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മുടെ സ്വഭാവം, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കരുണ, പിന്നെ സ്ത്രീക്ക് സഹജമായിട്ട് കിട്ടിയിട്ടുള്ള ഒത്തിരി ട്രെയ്റ്റ്സുകളുണ്ട്, അല്ലെ? കെയറിങ് മനോഭാവം, അതുപോലെ തന്നെ ഒരു മാതൃത്വത്തിന്റെ, എവിടെ ചെന്നാലും ഒന്ന് ഓർഡർ ആക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു മൾട്ടി ടാസ്കിങ് കപ്പാസിറ്റി, ഇതൊക്കെ ഈ ഒരു ആന്തരിക സൗന്ദര്യത്തില് വചനം പറയുന്ന പോലെ പിന്നെ മുടിയോ സ്വർണമോ രത്നങ്ങളോ ഉടയാടകളോ അല്ല സ്ത്രീയുടെ സൗന്ദര്യം, അവർ സൽപ്രവൃത്തികൾ കൊണ്ട് സ്വയം സമലങ്കൃതരാകട്ടെ എന്ന ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ കുടുംബങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഉള്ള ഒരു പ്രവണത, സ്ത്രീകൾ ഡോമിനൻ്റ് ആവണം, സ്ത്രീകൾ അവരുടെ ഒരു വിധേയത്വമില്ലാതെ സ്ത്രീകൾ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യണം. ആ ഒരു ട്രെൻഡൊക്കെ കുടുംബ ബന്ധങ്ങളെ ഏറെ ബാധിക്കുന്നുണ്ട്, കുടുംബ ബന്ധങ്ങളെ ശിഥിലീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സഹജമായിട്ട് വേണ്ട ഒരു സ്വഭാവമാണ് കുടുംബത്തിലെ ഭർത്താവിനോട് വിധേയപ്പെട്ടിരിക്കുക എന്നുള്ളത്. ഈ വിധേയത്വം ഒരിക്കലും അടിമത്തം ആകരുത് കേട്ടോ, അത് നമ്മൾ പ്രത്യേകം അത് എടുത്തു പറയണം. കാരണം സ്ത്രീകൾ വിധേയപ്പെടണം എന്നും പറഞ്ഞ് അവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം തീർത്തും ഹനിക്കുന്ന അവസ്ഥ, അതല്ല. ശരിക്കും വിധേയത്വം എന്ന ഒരു പുണ്യം അത് സ്ത്രീയുടെ ഒരു അലങ്കാരം തന്നെയാണ്. അതും ആ സ്ത്രീയുടെ ശാലീനത, സ്ത്രീത്വം എന്ന തനിമ, അതൊക്കെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. പരിശുദ്ധ അമ്മ ഇതിനെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ നൽകിയ ഒരു മെസ്സേജാണ്. ഇക്വഡോറിൽ അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന പേരിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞതാണ് സ്ത്രീകളിൽ ശാലീനത നഷ്ടപ്പെടും എന്നുള്ളത്. അത് തന്നെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിധേയത്വം എന്ന് പറയുമ്പോൾ അതിനി നമുക്ക് ഒത്തിരി കോൺട്രവേഴ്സീസിന് കാരണമാകുന്ന ഒരു വാക്കായിരിക്കാം, ചിലപ്പം പലതരത്തിലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വാക്കാണ്. ഞങ്ങൾ മാത്രം വിധേയപ്പെട്ടാൽ മതിയോ? പക്ഷേ റോസ് പറഞ്ഞതുപോലെ ആ ഒരു സ്ത്രീയുടെ ഒരു സഹജമായ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് വിധേയത്വം ചിലപ്പോൾ ഒത്തിരി കോൺട്രവേഴ്സികൾക്ക് കാരണമാകും. പക്ഷെ ഇങ്ങനെ ഒരു വിധേയത്വം നമ്മുടെ ബൈബിള് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു ക്ലോസ് വെക്കുന്നുണ്ട്. പുരുഷൻ ഭാര്യയെ സ്നേഹിക്കുമ്പം പുരുഷൻ ഭാര്യയെ സ്നേഹിക്കണം എന്നാ പറയണേ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണ്. സ്ത്രീ സ്വാതന്ത്ര്യം എക്കാലവും മാനിക്കപ്പെടേണ്ടതും ഉയർത്തപ്പെടേണ്ടതുമാണ്. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ മറവിൽ സമൂഹത്തിന്റെ അടിത്തറ ഇളക്കുന്ന സമീപനങ്ങളെ ഞങ്ങൾ ശക്തമായി എതിർക്കുന്നു. അതേസമയം മാന്യമായ വസ്ത്രധാരണവും ജീവന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതും സ്ത്രീക്ക് എന്നും ഭൂഷണം തന്നെയാണ്. മൈ ബോഡി മൈ ചോയ്സ് എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് സമൂഹത്തിൽ നടമാടുന്ന എല്ലാ അധാർമിക ചിന്തകളെയും ഞങ്ങൾ നിലപാട് എന്ന പ്രോഗ്രാമിൽ ശക്തമായി അപലപിക്കുകയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി.